നിങ്ങൾ വിചാരിക്കും ഇതുവരെ തേങ്ങ വറുത്ത് കഴിഞ്ഞില്ലേന്ന്. ഇത് നല്ല പതുക്കെയുള്ള അടുപ്പിൽ വെച്ച് വറുക്കാൻ പറ്റുള്ളൂ, കരിയാനൊന്നും പറ്റില്ല. നല്ല മുരുമുരായിട്ടിരിക്കണം. മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാസ് ഇട്ടോ, ചട്നിപ്പൊടി ഉണ്ടാക്കാനുള്ള മാസ്. ഇത് നമുക്ക് ഉപയോഗിക്കാനല്ല കേട്ടോ, ഇത് കൊടുക്കണതാണ്, കടകളിലൊക്കെ കൊടുക്കും. ഇതാണ് മാസ്. അറിയാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടോ, ചിലർക്കൊക്കെ അറിയും. ഉണ്ടോ? ഈ മാസ് കുത്തി പൊട്ടിക്കും. ഇങ്ങനത്തെ ഇതുകൊണ്ട് ഇങ്ങനെ കുത്തി പൊടി ആക്കിയിട്ട് വറക്കണം, നല്ലോണം വറക്കണം. ചുവന്നുള്ളി, വെള്ളുള്ളി, അതൊക്കെ കരിവേപ്പിൻ്റെ എല്ലാം മുളകും ഒക്കെ വറക്കും. വറുത്തിട്ട് നല്ല തരിപ്പായിട്ട് പൊടിക്കും. അപ്പോൾ ദോശയിലും ഇഡ്ഡലിക്ക്, ചോറിനും, ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാം. നല്ല ടേസ്റ്റാണ്. ചിലർക്ക് നോമ്പിനൊക്കെ ഇതില്ലാതെ പറ്റൂല. അത്താഴത്തിന് ചോറുന്നാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് മക്കളെ.